വെള്ളിയാഴ്ച രാവുകളിൽ നമ്മളെല്ലാം വീടുകളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പള്ളിക്കാടുകളിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ പെരുമഴ പെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. നാളെ നേരം പുലരുമ്പോൾ തങ്ങളെ കാണാൻ, തങ്ങൾക്കായി ദുആ ചെയ്യാൻ പ്രിയപ്പെട്ടവർ വരുമെന്ന പ്രതീക്ഷയുടെ സന്തോഷം, ഉപ്പ വരുമെന്ന് കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ, മക്കളെ കാണാൻ കൊതിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും, പ്രിയതമൻ്റെ കാൽപെരുമാറ്റം കാതോർക്കുന്ന പ്രിയതമ, പേരക്കുട്ടികളെ ഓർത്ത് കാത്തിരിക്കുന്ന ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും, അങ്ങനെ പരസ്പരം ആ സന്തോഷം പങ്കിടുന്ന ഒരു രാവാണത്രേ വെള്ളിയാഴ്ച രാവ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവ് പുലരുന്നത് മുതൽ ശനിയാഴ്ച സൂര്യൻ ഉദിക്കുന്നത് വരെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് തങ്ങളുടെ ഖബറുമായി പ്രത്യേകമായൊരു ബന്ധമുണ്ടായിരിക്കുമെന്നും ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദുആകളും ദാനധർമ്മങ്ങളും അവർക്ക് സമ്മാനങ്ങളായി എത്തിക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും കുറിച്ച് അറിയാൻ സാധിക്കുമെന്നും ഖബറിനരികിൽ വന്ന് സലാം പറയുന്നവരെ അവർ തിരിച്ചറിയുമെന്നും ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ റൂഹി എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒട്ടും കാറ്റില്ലെങ്കിൽ പോലും അവിടെ ചെറിയ ചെടികൾ ആടി ഉലയുന്നത് കാണാം. അത് വെറുമൊരു കാറ്റല്ല, എൻ്റെ മകൻ വന്നല്ലോ എന്ന് കണ്ട് സന്തോഷത്തോടെ ഉപ്പ നമ്മുടെ സലാമിന് മറുപടി തരുന്നതാണെന്ന് തോന്നിപ്പോകാറുണ്ട്. ആരും വന്നില്ലെങ്കിലും സങ്കടത്തോടെ അടുത്ത വെള്ളിയാഴ്ചക്കായി അവർ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കും. പക്ഷെ നമ്മളോ, ഒരു വട്ടമെങ്കിലും ആ മണ്ണിലേക്ക് നടന്നു ചെല്ലാൻ നമുക്ക് സമയമില്ല. ദുനിയാവിലെ തിരക്കുകളിൽ നമ്മൾ അവരെ മറന്നു പോവുകയാണ്. ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഇതേ മണ്ണറയിലേക്ക് നമ്മളും ഒതുങ്ങേണ്ടവരാണ്. അന്ന് നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവരും നമ്മെ തേടി വരാൻ നമ്മളും ഇതുപോലെ കാത്തിരിക്കേണ്ടി വരും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ആ മണ്ണറയിലേക്ക് മടങ്ങിയ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, പ്രിയപ്പെട്ടവർ, അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സലാമും ദുആവും അവർക്ക് നീ എത്തിച്ചു കൊടുക്കണമേ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി. അസ്സലാമു അലൈക്കും.